ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഊട്ടി വ്ലോഗ് പാർട്ട് 2 ആണ്. ഇപ്പൊ നമ്മള് കർണാടക പാർക്കിലാണുള്ളത്. ഇപ്പൊ ജസ്റ്റ് എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്നുകൂടി ഫ്രഷ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴാണ് ഫുഡ് കഴിച്ച് കഴിയുന്നത്. അപ്പൊ ഇനി ഇവിടേക്ക് ഒന്ന് കാണാനാണ് നമ്മളെ പാർട്ട് 2 വ്ലോഗ്. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര ലാഗായി പോവും. എന്ത് ഇതാട്ടോ, എല്ലാരും കോസ്റ്റ്യൂം ചേഞ്ച് ആണ്. ഇവിടെ മാത്രം പിന്നെ ചേഞ്ച് ഒന്നുമില്ല. ഇട്ട തന്നെയാണ്. നിന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു കൊടുത്ത. ഇതിപ്പോ ഇന്നത്തെ എത്രാമത്തെ മൂന്നാമത്തെ കോസ്റ്റ്യൂമാണ്. ഇതൊക്കെ ഞങ്ങളെ ഈ ഗ്യാങ്ങിൽ മാത്രം നടക്കണ ചില കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ബോയ്സിന്റെ ഇടയിലൊക്കെ നടക്കും. നമ്മളെ ഗേൾസ് ഞങ്ങളെ ഈ കുടുംബങ്ങളാണ് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യല്. അപ്പൊ ഞങ്ങള് ഗാർഡൻ കാണാൻ പോവാണ്. ഗാർഡന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് ഞാൻ അതുവരെയും കണ്ടില്ല, ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ ഉണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പിന്നെ ഈ വീഡിയോ കണ്ട നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറിയേക്കാണ്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കാട്ടോ. കർണാടക സിറ്റി ഹോർട്ടികൾച്ചർ ഗാർഡൻ. ഇപ്പൊ നമ്മള് ഗാർഡന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാണ് കേട്ടോ. നമുക്ക് വിശാലമായൊരു സ്ഥലമാണ്. ഈ കുട്ടി പിശാശ് ഇത് എവിടുന്ന് വന്നു? അപ്പൊ മച്ചിക്കോട്ട് പറഞ്ഞ അപ്പൊ നിങ്ങളോ അങ്ങനെ പറഞ്ഞ ഈ കുട്ടി പിശാശ് ഇത് എവിടുന്ന് വന്നു? ഇങ്ങോട്ടേക്കാ വെയിലാണ്, പക്ഷെ നല്ല തണുപ്പാണ്. കോമൺ രണ്ടും കൂടി ഉള്ളൊരു അറ്റ്മോസ്ഫിയർ. എവിടെ ഇപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെ തിക്കി തിരക്കി ഇരിക്കട്ടോ. ഇവിടെ കൊറേ സ്ഥലം ഇല്ലായിട്ടല്ല, ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി എല്ലാരും കൂടി ഒരുമിച്ചിരിക്കാം. ഗാർഡൻ ആണ് കേട്ടോ ഇവിടുത്തെ പൂവിന്റെ. ഇത് കണ്ട പിന്നെ പെട്ടെന്ന് ഉമ്മാനാണ് ഓർമ്മ. ഉമ്മാക്കാണ് പൂവൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളത്. കൊറേ എണ്ണ അങ്ങനെ കൂക്കണതാ. നമ്മളിപ്പോ തൂക്കുപാലം കാണാൻ പോവാണ്. കൊറേ ഈ പുല്ല് വെച്ചിട്ട് ഓരോന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മള് ഡോറ് കണ്ടുപിടിക്കണത് എങ്ങോട്ടാണ് ഇറങ്ങേണ്ടതെന്ന് കേട്ടോ. ഞാനും പാച്ചുള്ളൂ, ഓരൊക്കെ മുന്നിൽ നടന്നു. ഞാനിവന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടാളും വെള്ളത്തിന് പോയി. അപ്പോ ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാണ്. ഡോറ് കണ്ടുപിടിക്കണല്ലോ. എവിടെയാണ്? ഇങ്ങോട്ട് വാ, ഇവിടെ ഉണ്ടാവും. ഭയങ്കര രസമാട്ടോ. ഞാൻ പറയാം, ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിൾ ഒരു പണിയല്ല. ഇങ്ങോട്ടോ, അവിടെ ഉണ്ട് കണ്ടോ. ഇത്രയും ഭംഗിയായിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ വെട്ടിയെടുക്കണമെങ്കിൽ നമ്മളൊരു കുഞ്ഞു ഡോർ കണ്ടുപിടിച്ചിട്ടുണ്ട്. യെസ്, അല്ല നിന്റെ ക്യാപ്പ് എവിടെ? ഋതുവിന്റെ അടുത്താ? എന്നാ ഇതാ നമ്മളെ പാലുണ്ട് ഇവിടെ, അതിൻ്റെ അടുത്ത് പോ. നമ്മളൊപ്പല്ലേ വാനരപ്പടനതിൻ്റെ ഇടയ്ക്കൊന്ന് കാണാതായിരുന്നു. ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ നോക്കിയാൽ പൂവാണ്. ഇതാണ് നമ്മളെ തൂക്കുപാലം.
ഒക്കെ അവിടെ ഇരിക്കാണ്. നോക്കാം എനിക്ക് തണുക്കും. പിന്നെ അവിടെ മുള്ളൊക്കെ ഉണ്ടാകും. ഷൂട്ടാ അപ്പൊ നമ്മള് തൂക്കുപാലം കൂടി കേറിയിട്ട് നമുക്ക് കുറച്ച് ഗെയിമിംഗ് പരിപാടിയൊക്കെ പ്ലാൻ ഉണ്ട്. പക്ഷെ എന്താവും അറിയില്ല, ഇവിടെ നാട്ടിൽ വിടുമോന്ന് അറിയില്ല. ഇപ്പൊ തന്നെ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ കാട്ടിയേ? എടി തണുത്തിട്ടേക്കരടി. ഇവിടെ നമ്മളെ ഫോട്ടോ എടുപ്പിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഏകദേശം നമ്മളെ കർണാടക ഗാർഡൻ വരുന്നത്. പൂവൊന്നും അത്ര തോന്നില്ല, ഇങ്ങനെ പുല്ല് വെച്ചിട്ട് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു വൈബാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഡ്രസ് ചേഞ്ച് ചെയ്ത് നമ്മളെ ഒരുക്കി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. കർണാടക ഗാർഡൻ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ട്രീറ്റിലാണ്. ഒരു അത്യാവശ്യം അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ നല്ലതാണ്. പക്ഷെ നല്ല റേറ്റാണ്. എൻ്റെ പാച്ചുവിൻ്റെ പ്രത്യേകത എന്താ അറിയോ, അവന് ഇന്ന സാധനം എന്നുള്ളൊരു സ്പെസിഫിക് കളിപ്പാട്ടം അല്ലെങ്കിൽ ടോയ്സ് എന്താണെന്ന് അവനില്ല. അങ്ങനെയൊന്നും അവന് താല്പര്യമില്ല. പക്ഷേ എല്ലാ പോക്കിനും അവന് എന്തെങ്കിലും ഒന്ന് വേണം, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ റേറ്റ് നോക്കുന്ന അവനറിയാം, ഓവർ റേറ്റ് പറ്റില്ല എന്നും അറിയാം. അതുകൊണ്ട് ഇങ്ങനെ തപ്പും. അപ്പം എനിക്ക് തോന്നുന്നു പാവം തോന്നുന്നു കേട്ടോ. അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉമ്മച്ചി ഇത് നോക്ക്, ഇത് നോക്ക് പറ്റുമോ നോക്ക് ഉമ്മച്ചി, ഇത് നോക്ക് പറ്റുമോ നോക്കറിയാം. അപ്പം റേറ്റ് കൂടുതലാണ് ഞാൻ പറയും ഇത് വേണ്ട അടുത്ത് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ വേറെ എന്തെങ്കിലും നോക്കും. അങ്ങനെ കുറേയൊക്കെ അവൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ തിരഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് പിന്നെ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് വാങ്ങിയതായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് ചില്ലടിച്ച് രാത്രി ഒരു 8 മണി 8:30 ആയിട്ടുണ്ടാവും ഊട്ടിയിൽ നിന്ന് തിരിക്കുമ്പോൾ തന്നെ കേട്ടോ. ആർക്കും അത്ര അർജൻറ്റ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. സാവധാനമാണ് നമ്മളന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കുറേയൊക്കെ സംസാരിച്ചു. നമ്മളൊരു ടൂർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം കാണുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരുമിച്ച് എല്ലാവരും ഒന്ന് ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് ഇറങ്ങി. നമ്മളൊരു 12:15 ആയപ്പോൾ തന്നെ എന്നാൽ തന്നെ നമ്മളിവിടെ വഴിക്കടവ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വഴിക്കട ഒന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേന് രാത്രി ഒരു 1:30 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഊട്ടി ട്രിപ്പ്. അൽഹംദുലില്ലാ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനൊക്കെ ഇടണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്